വെൽക്കം എവരി വൺ ടു ഇഫാം ലേണിംഗ് ആപ്പ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് ആണ്. സോ എന്താണ് നമ്മുടെ കാർഡിയാക് മസിൽ ടിഷ്യൂവിന്റെ ഹിസ്റ്റോളജി, പിന്നെ എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഹിസ്റ്റോളജി ഓഫ് കാർഡിയാക് മസിൽ ടിഷ്യൂ പഠിക്കാം. സോ നമ്മുടെ കാർഡിയാക് മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഹാർട്ടിലുള്ള മസിലിനെ പറയുന്ന പേരാണെന്ത്? കാർഡിയാക് മസിൽ. ഈ കാർഡിയാക് മസിൽസ് ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് ഒക്കെ എന്താ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? പക്ഷെ കാർഡിയാക് മസിൽ എന്താ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻവോളണ്ടറി മസിൽസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവരുടെ ഷേപ്പും സൈസും എന്താന്ന് പറയാം. സോ കമ്പയർഡ് വിത്ത് സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സ്, കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആർ ഷോർട്ടർ ഇൻ ലെങ്ത് ആൻഡ് ലെസ് സർക്കുലർ ഇൻ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. അതായത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് പോലെ ലോങ് ഫൈബേഴ്സ് അല്ല എന്ത്? കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് കുറച്ചുകൂടി ഷോർട്ട് ലെങ്ത് ആണ്. അവരുടെ ലെങ്ത് എന്താണ്? കുറച്ചുകൂടി ചെറുതാണ്. പിന്നെ നമ്മളിപ്പോൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നോക്കിയാൽ സ്കെലിറ്റൽ മസിൽസ് പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഇവർക്കില്ല. ഇവർക്ക് കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പാണ് കാണിക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ന്യൂക്ലിയസിനെ പറ്റി പഠിക്കാം. അപ്പൊ എന്താണ്? വൺ സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ഇസ് പ്രസന്റ് ഓൾദോ ആൻ ഒക്കേഷണൽ സെൽ മേ ഹാവ് ടു ന്യൂക്ലിയൈ. അതായത് നമ്മുടെ കാർഡിയാക് മസിൽ സെല്ലിൽ ഒരു ന്യൂക്ലിയസ് മാത്രമേ യൂഷ്വലി ഉണ്ടാവുള്ളൂ. അത് സെൻട്രൽ പൊസിഷനിലായിരിക്കും കാണപ്പെടുക. പക്ഷെ ചില സമയത്ത് ഒക്കേഷണലി രണ്ട് ന്യൂക്ലിയയും കാണാൻ പറ്റാറുണ്ട്. പക്ഷെ അധികം എന്താണ്? നമ്മുടെ കാർഡിയാക് മസിൽ സെൽസിൽ ഒറ്റൊരു ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്താന്ന് പറയാം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാർഡിയാക് മസിൽസിന്റെ എൻഡ് ഭാഗങ്ങളിലെ they are connected by intercalated disc. So the ends of cardiac muscle tissues or fibers are connected to neighboring fibers by irregular transverse thickenings of the sarcolemma called intercalated disc. So നമ്മളെ കാർഡിയാക് മസിൽ ഫൈബേഴ്സിനെ എൻഡ് ടു എൻഡ് ഒന്നിനെ വേറൊന്നിനോട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഫംഗ്ഷൻ. ഈ കണക്ഷൻ നടക്കുന്ന എന്താണ്? നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് വഴിയാണ്. ഇത് നമ്മുടെ സാർക്കോലമയുടെ തിക്കനിങ് പോർഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഫംഗ്ഷൻ? എന്താ? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെക്കാനിക്കൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരിക ഈ സെൽസ് തമ്മിൽ എന്നുള്ളതാണ്, ഈ ഫൈബേഴ്സ് തമ്മിൽ എന്നുള്ളതാണ് ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഫംഗ്ഷൻ. പിന്നെ ഫോൾസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാതെ നോക്കുക എന്നുള്ളതുമാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ ഹാർട്ടിൽ കോൺട്രാക്ഷൻ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബറിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് കാർഡിയാക് മസിൽ ഫൈബർ. സോ ഈ കാർഡിയാക് മസിൽ ഫൈബർ എന്താ? ബ്രാഞ്ച്ഡ് ആ. കണ്ടോ? ബ്രാഞ്ചസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇത് നമ്മുടെ ഹാർട്ടിലാണ് ഉള്ളത് അല്ലേ? പിന്നെ നമുക്കിവിടെ സാർക്കോലെമ കാണാം. ഈ സാർക്കോലെമ പറഞ്ഞാൽ എന്താ? നമ്മളെ മസിൽ സെൽസിന്റെ ഔട്ടർ മെംബ്രെയിൻ ആണെന്ത്? സാർക്കോലെമ. ഈ ന്യൂക്ലിയസ് മാർക്ക് ചെയ്ത് നോക്കൂ. ന്യൂക്ലിയസ് എവിടെയാണല്ലേ? യൂഷ്വലി ഒരു ന്യൂക്ലിയസ് ആണല്ലേ ഞാൻ പറഞ്ഞില്ലേ? അതും എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ പൊസിഷനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ മൈറ്റോകോൺട്രിയ കാണാം. മൈറ്റോകോൺട്രിയന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഹാർട്ടിന് എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? മൈറ്റോകോൺട്രിയ വേണം. സോ ഹാർട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ കൊടുക്കുന്ന എനർജി വഴിയാണ്. കാരണം ഇവിടെയാണ് ATP ജനറേഷൻ വഴി എനർജി എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്, കിട്ടുന്നത് നമ്മുടെ ഹാർട്ടിന്. നെക്സ്റ്റ് നമുക്ക് ഇന്റർകലേറ്റഡ് ഡിസ്ക് മാർക്ക് ചെയ്ത് കാണാം. ഇത് കണ്ടോ? ഈ ഒരു സ്യൂച്ചറൊക്കെ പോലെ. ഇതെന്താണ്? നമ്മുടെ അഡ്ജസന്റ് ആയിട്ടുള്ള കാർഡിയാക് മസിലിനെ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർകലേറ്റഡ് ഡിസ്ക്. പിന്നെ നമുക്ക് ഇവിടെ ഡെസ്മോസോംസ് മാർക്ക് ചെയ്ത് കാണാം. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഇത് ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ഒരു പാർട്ടാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഡെസ്മോസോംസ് ആണ്. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത്. പിന്നെ ചില ഗ്യാപ് ജംഗ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഇതാണ് ഗ്യാപ് ജംഗ്ഷൻസ്. ഇതെന്താ? നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇല്ലേ, അത് ഒരു സെല്ലിൽ നിന്ന് നെക്സ്റ്റ് സെല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഗ്യാപ് ജംഗ്ഷൻസ് വഴിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഇതിൽ കാണാനുള്ളത് ടി ട്യൂബ്യൂൾസ് കാണാം. എന്താ ഈ ടി ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫാസ്റ്റ് ആയിട്ടും യൂണിഫോം ആയിട്ടും നടക്കാനും കോൺട്രാക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ടി ട്യൂബ്യൂൾസ് ആണ്. സോ ഇത്രയാണ് നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബേഴ്സിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതെന്താ? നമ്മുടെ സാർക്കോമിയർ അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബറിന്റെ ഡയഗ്രാം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെയും എന്ത് കാണാം? നമുക്ക് സാർക്കോലെമ കാണാം, ന്യൂക്ലിയസ് കാണാം, മൈറ്റോകോൺട്രിയ കാണാം. പിന്നെ എന്താ? നമ്മുടെ ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ അത് കാണാം. ടി ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻസൈഡ് മസിൽ ഫൈബറിൽ
ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ടി ട്യൂബ്യൂൾസ് ആണ്. നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ടി ട്യൂബ്യൂൾസ്. പിന്നെ നമുക്ക് ഇവിടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാം. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് എന്തുണ്ടാവുക? കാൽഷ്യം അയോൺസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ. അപ്പൊ നമ്മുടെ ഈ കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്താലേ എന്ത് നടക്കുള്ളൂ? കോൺട്രാക്ഷൻ നടക്കുള്ളൂ ഹാർട്ടിന്റെ, അല്ലെ? അപ്പൊ ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ കാൽഷ്യം അയോൺസ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അയോൺ ആണ്. സോ ഇതെവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. സോ ഇവിടുന്ന് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നത്. സോ ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്ന മസിൽ ഫൈബേഴ്സ് ഏതൊക്കെയാ? നമ്മുടെ ആക്റ്റിനും മയോസിനും ആണ്, അല്ലെ? നമ്മൾ സ്കെലിറ്റൽ മസിൽസ് പണ്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം ആക്റ്റിൻ ഫിലമെന്റ് ആണ് എന്ത്? നമ്മുടെ തിൻ ഫിലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തിക് ഫിലമെന്റ് ആയിട്ട് കാണിക്കുന്നില്ല, ഇതാണ് എന്ത്? നമ്മുടെ മയോസിൻ ഫിലമെന്റ്. സോ നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ് അല്ലെങ്കിൽ തിൻ ഫിലമെന്റ് ആണ് എന്ത്? കോൺട്രാക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. നമ്മുടെ മയോസിന്റെ ഫംഗ്ഷൻ എന്താ വരുന്നത്? നമ്മുടെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും ഈ കോൺട്രാക്ഷന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ ഈ ആക്റ്റിന്റെയും മയോസിന്റെയും ആ ഒരു ക്രോസ് ബൈൻഡിങ് ഒക്കെയാണ് എന്തിനു സഹായിക്കുന്നത്? അവരിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് എന്താ പറയാ, റോൾ ചെയ്ത് ക്രോസ് ബൈൻഡിങ് നടക്കും. സോ ഇതിനാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇനി ഇവിടെ കുറച്ച് ഡിസ്കുകൾ നമുക്ക് കാണാം. ഇതെന്താ? ഇവിടെ Z ഡിസ്ക് കണ്ടോ? ഈ Z ഡിസ്ക് ആണ് എന്ത്? നമ്മുടെ സാർക്കോമിയറിന്റെ ബൗണ്ടറി. സോ ഈ നമ്മുടെ സാർക്കോമിയറിന്റെ ബൗണ്ടറി ആയിട്ട് കാണിക്കുന്നത് എന്താണ്? Z ഡിസ്ക് ആണ് കേട്ടോ. പിന്നെ ഒരു A ബാൻഡ് കാണാം, H ബാൻഡ് കാണാം, I ബാൻഡ് കാണാം, പിന്നെ എന്താണ്? M ലൈനും കാണാം, അല്ലേ? സോ ഇതിന്റെ അകത്ത് നമ്മുടെ Z ഡിസ്ക് എന്താണെന്ന് ആദ്യം പറയാം. സോ നമ്മുടെ സാർക്കോമിയറിന്റെ ബൗണ്ടറി ആണ് എന്ത്? Z ഡിസ്ക്, അല്ലേ? പിന്നെ A ബാൻഡ് എന്താണ്? നമ്മുടെ തിക് ഫിലമെന്റ് ഇല്ലേ, അതിന്റെ ആ ഒരു ലെങ്ത് എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ A ബാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? തിക് ഫിലമെന്റ് എന്താണ്? നമ്മുടെ മയോസിൻ. അപ്പൊ അതിന്റെ ആ ഒരു ലെങ്ത്, ഈ ലെങ്ത് ചേഞ്ച് ഇല്ല കേട്ടോ, ഇത് എപ്പോഴും ഒരേപോലെ ഇരിക്കും. ഈ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ A ബാൻഡ്. ഇനി എന്താണ്? H സോൺ. നമ്മുടെ തിക് ഫിലമെന്റ് ഇല്ലേ, അത് മാത്രമുള്ളതാണ് എന്ത്? നമ്മുടെ H സോൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് തിൻ ഫിലമെന്റ് ഇല്ല. പിന്നെ ഇതെന്താണ്? നമ്മുടെ കോൺട്രാക്ഷൻ ടൈമിൽ ഇത് ഡിസപ്പിയർ ആവും കേട്ടോ. പിന്നെ നമ്മുടെ M ലൈൻ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതെന്താണ്? നമ്മുടെ ഈ തിക് ഫിലമെന്റിന്റെ സെന്ററിൽ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? ഈ M ലൈൻ. കണ്ടോ, ഇവിടെ ഒരു കണക്ഷൻ കണ്ടോ? ഇതാണ് എന്ത്? M ലൈൻ. സോ തിക് ഫിലമെന്റിന്റെ സെന്ററിൽ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? നമ്മുടെ M ലൈൻ. പിന്നെ നമുക്ക് ഈ സാക്രോമിയർ എന്ന് പറഞ്ഞപ്പോൾ എന്താ? രണ്ട് Z ഡിസ്കിന്റെ ഇടയിലുള്ള ആ ഒരു റീജിയൻ ആണ് സാക്രോമിയർ എന്ന് പറയാം. മസിൽ കോൺട്രാക്ഷന്റെ ഫങ്ഷണൽ യൂണിറ്റ് അപ്പൊ എന്താണ്? ഈ സാർക്കോമിയർ ആണ്. പിന്നെ ഒരു I ബാൻഡ് കൂടി പറയാനില്ലേ. ഈ I ബാൻഡ് എന്താണ്? നമ്മുടെ തിൻ ഫിലമെന്റ് ഇല്ലേ, അത് മാത്രം ഉള്ളതാണ് എന്ത്? നമ്മുടെ I ബാൻഡ്. ഇത് കോൺട്രാക്ഷന്റെ ടൈമിൽ എന്താണ്? ഷോർട്ട് ആവും. പിന്നെ A ബാൻഡ് നമ്മൾ പറഞ്ഞു എന്താണ്? തിക് ഫിലമെന്റ് ആണ്, അത് എന്താ ലെങ്ത് ചേഞ്ച് വരില്ല കോൺട്രാക്ഷന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർകലേറ്റഡ് ഡിസ്കിനെ പറ്റി ഒന്നും കൂടി പറയാം. സോ നമ്മുടെ ഇന്റർകലേറ്റഡ് ഡിസ്ക് കണ്ടെയ്ൻസ് എന്താണ്? ഡെസ്മോസോംസ് which hold the fibers together and the gap junctions which allow muscle actions potential to conduct from one muscle fiber to its neighbors. സോ നമ്മുടെ ഇന്റർകലേറ്റഡ് ഡിസ്കിൽ ഡെസ്മോസോംസും ഉണ്ട്, ഗ്യാപ് ജംഗ്ഷൻസും ഉണ്ട്. ഡെസ്മോസോംസ് എന്താണ്? നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബറിനെ സ്ട്രോങ്ലി ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? നമ്മുടെ കോൺട്രാക്ഷന്റെ സമയത്ത് ഈ ഡെസ്മോസോംസ് ആണ്. ഈ ഗ്യാപ് ജംഗ്ഷൻസ് ആണെങ്കിലോ, ഈ ഗ്യാപ് ജംഗ്ഷൻസ് വഴിയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു മസിൽ ഫൈബറിൽ നിന്ന് നെക്സ്റ്റ് മസിൽ ഫൈബറിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പാസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹോൾ എന്താ ഏട്രിയയിലും വെൻട്രിക്കിളിലും ഒക്കെ എന്താണ് ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഏട്രിയം വെൻട്രിക്കിളും എന്ത് ചെയ്യുള്ളൂ? കോൺട്രാക്ഷൻ നടക്കുള്ളൂ. കോൺട്രാക്ഷനും റിലാക്സേഷനും നടന്നാൽ മാത്രമേ ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലഡ് പമ്പ് ചെയ്താൽ നമ്മൾ എല്ലാ ബോഡി പാർട്ടിലോട്ടും ബ്ലഡ് എത്തി നമുക്ക് വേണ്ടത്ര ഓക്സിജനും ഒക്കെ ലഭിക്കുള്ളൂ, അല്ലേ? സോ ഈ ഒരു കോർഡിനേറ്റഡ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗ്യാപ് ജംഗ്ഷൻസ് ഒക്കെയാണ്. So the gap junctions allow the entire myocardium of the atria or the ventricle to contract as a single coordinated unit. മനസ്സിലായോ? പിന്നെ എന്താണ് നമുക്ക് ഇതിന്റെ ഒരു ഈ കാർഡിയാക് മസിലിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് വെറുതെ പറയാം. എന്തൊക്കെയാണ്? ഓൾറെഡി പറഞ്ഞാണ്, ആക്റ്റിനും മയോസിൻ അറേഞ്ച്മെന്റ് അല്ലേ? So the cardiac muscle fibers have the same arrangement of actin and myosin and the same bands, zones and Z discs as skeletal muscle fibers. സോ നമ്മുടെ കാർഡിയാക് മസിൽ ഫൈബേഴ്സിൽ ആക്റ്റിനും മയോസിനും അറേഞ്ച്മെന്റ് തന്നെയാണുള്ളത്. സ്കെലിറ്റൽ മസിൽസ് പോലെ തന്നെയാണ് അവരുള്ളത്. പിന്നെ അവർക്ക് എന്താണ്? സെയിം കാർഡിയാക് മസിലിൽ എന്തൊക്കെ ബാൻഡുകളാണുള്ളത്? I ബാൻഡ് ഉണ്ട്, A ബാൻഡ് ഉണ്ട്,
എച്ച് സോൺ ഉണ്ട്, എം ലൈൻ ഉണ്ട്, സെഡ് ഡിസ്ക് ഉണ്ട്. ഇതൊക്കെ സെയിം ആയിട്ട് നമ്മുടെ സ്കെലറ്റൽ മസിൽസ് പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ,